ആ ദിവ്യ അവനെത്തിയിട്ട് വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. കുറച്ച് നേരത്തെ വിളിച്ചായിരുന്നു. കുഴപ്പമില്ല. എന്താ പറഞ്ഞു? സുഖമായിട്ട് എത്തിയാ? എത്തി. ഇനിയിപ്പോ നൈറ്റ് വിളിക്കത്തുള്ളൂ. ഓ, രാത്രി വിളിക്കും. ചേട്ടൻ എവിടെയാണല്ലേ? ഞാനിപ്പം എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്താ. നല്ല മഴയല്ലേ, അപ്പം ടൂ വീലർ എടുത്തിട്ട് ഇറങ്ങാൻ പറ്റാത്തോണ്ട് പിന്നെ കാറുമായിട്ട് ഞാനിങ്ങനെ ഇറങ്ങി ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇറങ്ങിയതാ. അത് ഓക്കെ. പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്, നീ അന്ന് നമ്മുടെ കിഷോറിന്റെ കല്യാണത്തിന് ഒരു ഇതിട്ടില്ല, ഔട്ട്ഫിറ്റ് ഇട്ടില്ലേ? നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ. ഇതിട്ട് കാണാൻ അത് എല്ലാരും പറഞ്ഞായിരുന്നു നന്നായിട്ടുണ്ട്. എനിക്ക് ശരിക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല കളർ അത്. അത് പുതിയതാണോ, ലേറ്റസ്റ്റ് എടുത്താ? അതെ കല്യാണത്തിന് വേണ്ടിട്ട് എടുത്തു. ഓ, ആ രാമ വാങ്ങിച്ചെന്നാ? ചേട്ടൻ സെലക്ട് ചെയ്ത് തന്നത്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള മോഡേൺ ഡ്രസ് ഒക്കെ ഇടാൻ എനിക്ക് സമ്മതിക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ലല്ലോ, കക്ഷിക്കാതൊന്നും പ്രശ്നമില്ല. അപ്പൊ അല്ല, എനിക്കന്ന് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളറാണ്, നല്ല സെലക്ഷൻ. ഞാനതെ അന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ അവൻ നിൽക്കുന്നുണ്ട് എങ്ങനെയാ എനിക്ക് ചോദിക്കുന്നത്. ഒത്തിരി ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഇടുന്ന ഇഷ്ടമല്ലായിരുന്നേ. പിന്നെ ചേട്ടൻ ഇങ്ങനെ നിർബന്ധിച്ചപ്പോ കേട്ടാ, പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഇഷ്ടം. അല്ല, എനിക്കതൊന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അവൻ നിൽക്കുന്നോണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാവുന്ന ഓർത്തിട്ട് പിന്നെ പിന്നെ ഒരു ദിവസം കാണുമ്പോ പിന്നെ പറയാന്ന് ഓർത്തത്. അപ്പൊ എനിക്കൊന്ന് കുറെ ഇനി അങ്ങനത്തെ കുറെ ഡ്രസ്സ് എടുത്താൽ നല്ലതായിരിക്കും, നല്ല ഔട്ട്ഫിറ്റ് ആയിരിക്കും. അങ്ങനത്തെ കുറെ എടുത്താൽ മതി, അവനോട് പറഞ്ഞാൽ മതി. അവൻ ഓക്കെയാണ് പിന്നെ പ്രശ്നമില്ലല്ലോ. സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ അത്. പിന്നെ നിങ്ങൾ അന്ന് നേരത്തെ പോയോ? ഞങ്ങൾക്ക് പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയത്. വേറെയും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നെ അതാ ഒത്തിരി സംസാരിക്കാൻ നിൽക്കാന്ന്. ഞങ്ങള് നേരത്തെ ഒരു അധികം ലേറ്റ് ആവാൻ ഇറങ്ങി. ഒന്നാമത്തെ കാര്യം ഈ മഴയും ഇപ്പോഴത്തെ ക്ലൈമറ്റ് കണ്ടില്ല, മൊത്തം ഒരു മാതിരി ഇതാണ്. പെട്ടെന്ന് ഇറങ്ങി. വൈഫില്ലേ ഇവിടെ? ഉണ്ട്, വൈഫുണ്ട്. വൈഫ് വീട്ടിലുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയല്ലേ. എനിക്ക് അന്ന് ഔട്ട്ഫിറ്റ് നീ അന്ന് ഔട്ട്ഫിറ്റ് ഇട്ട് കണ്ടപ്പോ തൊട്ട് എനിക്ക് അങ്ങോട്ടൊരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ അവൻ എന്നോട് എന്നെ വിളിച്ചായിരുന്നേ, നേരം വിളിച്ചായിരുന്നു, പക്ഷെ അവിടെ എത്തിയിട്ടെന്നെ വിളിച്ചിട്ടില്ല. അല്ല, ഒരു ദിവസം ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ടോ? അന്ന് പിന്നെ സംസാരിക്കാനൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് ഭയങ്കര വിഷമായി, പിന്നെ സംസാരിക്കാൻ പറ്റാത്തോണ്ടേ. അവനുള്ളോണ്ട് പിന്നെ എങ്ങനെ ഈ സംസാരിക്കുന്ന ബുദ്ധിമുട്ടല്ലേ, അതെന്തോ തോന്നും. പിന്നെ കോൾ ഇടാനും പറ്റിയില്ല. ഞാനോർത്ത് പിന്നെ അവൻ പോട്ടെന്ന് ഓർത്ത്, പോയി കഴിഞ്ഞ് വിളിക്കാമല്ലോ. ഉടനെ പോകുന്ന എനിക്ക് എന്നോട് പോകുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്കറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ ഭയങ്കര ഇതായിട്ട് ഇരിക്കുവായിരുന്നു, എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവായിരുന്നു. അപ്പോ എപ്പോഴാണ് ഇറങ്ങുന്നത്? ഞാൻ നമ്മുടെ കിഷോറിന്റെ അടുത്ത് വരുന്നുണ്ട് ഉടനെ, നാളെ മറ്റന്നാൾ വരുന്നുണ്ട്. അപ്പൊ അവന്റെ അടുത്ത് ഇവിടെ ഈ റൂട്ട് തന്നെയല്ലേ? തൊട്ടടുത്തല്ലേ. അങ്ങോട്ടേക്ക് ഒന്നാമത്തെ ഒരു മഴയായോണ്ട് പിന്നെ ടൂ വീലർ എടുക്കാൻ പറ്റത്തില്ലല്ലോ, കാർ എടുത്തിട്ട് ഇറങ്ങാന്ന് വിചാരിക്കുന്നത്. നീ അവിടെ തന്നെ കാണത്തില്ലേ? ഞാനിവിടെ പോവാൻ, എനിക്കും പോവാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ മടിച്ചു, മഴയായതുകൊണ്ട്. നല്ല തണുപ്പൊക്കെ അല്ലേ എവിടെ പോണം? പുറത്ത് പോണോ? 1-2 സ്ഥലത്ത് പോവാനുണ്ടായിരുന്നു. അപ്പൊ കാർ എനിക്ക് എത്ര ഓടിച്ച് പരിചയമില്ല. പിന്നെ നമുക്ക് പോയിട്ട് വരാമല്ലോ, ഞാൻ കൊണ്ടുപോകാമല്ലോ. ചേട്ടൻ ഇങ്ങനെ പറയാറുണ്ട് കാർ എടുത്ത് നോക്കിക്കൂടെ എന്നൊക്കെ. പിന്നെ എനിക്ക് പേടി. പിന്നെ ടൂ വീലർ തന്നെയാണ് എല്ലായിടത്തും പോവാറ്. ഒരു കാര്യം ചെയ്യും, ഞാൻ കാറും കൊണ്ടാണല്ലോ എന്തായാലും വരുന്നത്. നമുക്ക് പുറത്തൊക്കെ പോയിട്ടിങ്ങ് വരാം, കുഴപ്പമില്ലല്ലോ. എപ്പോഴാ വരുന്നേ? നാളെ തന്നെ വരാം. അല്ല, ഇവിടെ പറയണം, തലേ ദിവസം വിളിച്ച് പറഞ്ഞു. ഇവിടെ ചിലപ്പോ എവിടെയെങ്കിലും പോയാലോ. നാളെ തന്നെ വരാം. നാളെ എത്തുമോ? ഓക്കെ. നാളെ എപ്പോഴാ? വൈകിട്ടാണോ? വൈകിട്ടാകുമ്പോ ഇവിടെ വൈകിട്ട് വന്ന് അവിടെ സ്റ്റേ അടിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇല്ല, ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ. സ്റ്റേ അടിക്കാം. പുള്ളിക്കാരി എന്ത് ചെയ്യും? അമ്മായും
അപ്പൊ അവരനിയത്തിന്റെ വീട്ടിലുള്ള അങ്ങോട്ട് പോകും. ചേട്ടൻ പോകുന്നതിന് മുന്നേ കൊണ്ടുവിട്ടായിരുന്നു. പിന്നെ ഇവിടെ വയ്യാത്തോണ്ട് എനിക്കിപ്പം പുറത്തൊക്കെ പോകുമ്പോഴേ നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അവിടെ ആകുമ്പോ എപ്പോഴും ആൾക്കാരുണ്ട്, അതുകൊണ്ട് കൊണ്ടുവിട്ടായിരുന്നു. ഒറ്റയ്ക്കാവുമ്പോ ബോറടിയാണ്. കൊച്ചു നേരത്തെ ഉറങ്ങും. നേരത്തെ ഉറങ്ങും. നിന്റെ കൂടെ തന്നെ അല്ലേ കിടക്കുന്നത്? അതെ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ നാളെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാം. അപ്പൊ വീട്ടിലെന്ത് പറയും? സ്റ്റേ ചെയ്യണം? അത് ഞാൻ അവളോട് വലിയ ട്രിപ്പോ ഇതിന് പോവാന്ന് പറഞ്ഞു. ബിസിനസിന്റെ ആവശ്യത്തിന്. ഓൾറെഡി ഇവിടെ ബിസിനസ് ഉണ്ടല്ലോ. അന്ന് പിന്നെ ഞാൻ അത്രയും ഒരുങ്ങിയിട്ടൊക്കെ വന്നത്, പിന്നെ സംസാരിക്കാനും പറ്റിയില്ല. ഒരു കാര്യം ഭയങ്കര വിഷമമായിരുന്നു. ആ ഡ്രസ് തന്നെ എടുക്കും. വരുമ്പോഴത്തേക്ക് റെഡി ആയിട്ട് നിൽക്കും. നൈറ്റ് ഇട്ടാ മതിയോ? നൈറ്റ് ഇട്ടാ മതി. കുറച്ചുകൂടെ ഭംഗി ആ ഒരു ക്രിയേറ്റ് ചെയ്യാൻ നൈറ്റ് അതിട്ട്. അതുപോലത്തെ വേറെ ഉണ്ടോ? അതോ നൈറ്റ് റെഡ് കളർ അല്ലേ? അതെ. ഞാൻ പിന്നെ എന്തായാലും പറഞ്ഞിട്ട് ഇറങ്ങിക്കോളൂ, അത് കുഴപ്പമില്ല. ഇടയ്ക്ക് എങ്ങനെ പോകുന്ന ബിസിനസിന്റെ ആവശ്യത്തിന്. പുള്ളിക്കാരൻ ഒരു 10 മണിയൊക്കെ ആകുമ്പോ വീഡിയോ കോൾ വരാറുണ്ട്. അത് പിന്നെ കുഴപ്പമില്ല. ഞാൻ എവിടെ ബെഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ കോൾ ചെയ്തോളാം. ഇയാള് മാറിയിരുന്നാ മതി ഇവിടെ. പുള്ളിക്കാരൻ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? തിരക്കല്ലേ. 1 മാസല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കിഷോറിന്റെ ആ മാരേജിന്റെ കല്യാണത്തിന്റെ നല്ലത് നമ്മുടെ കൂട്ടുകാരനല്ലേ, അവിടെ തന്നെയായിരുന്നു. പുള്ളിക്കാരൻ വന്നപ്പോഴേ അവിടെ തന്നെയായിരുന്നു. അവിടെ പിന്നെ അറിയാലോ, ഫ്രണ്ടിന്റെ കല്യാണം ആകുമ്പോഴത്തേക്കും പിന്നെ അവിടുന്ന് മാറാൻ അങ്ങനെയല്ലേ എല്ലാരും ഫ്രണ്ട്സ് എല്ലാം കൂടെ അങ്ങനെയല്ലേ കൂടുന്നുള്ളൂ. അപ്പൊ അവിടെ തന്നെയായിരുന്നു. എന്നെ ഒന്ന് ശ്രദ്ധിക്കാനേ സമയം കിട്ടിയില്ല. നൈറ്റ് ആണെങ്കിൽ ലേറ്റ് ആയിട്ടാണ് വരാറ് അവരെപ്പഴും കൂടിയിട്ട്. പിന്നെ ആകെ ഞങ്ങളെല്ലാരും അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പുള്ളി വരുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. ഞാനും പിന്നെ ഒന്നും രാവിലെ എഴുന്നേറ്റ് പോവില്ലേ? ഞങ്ങളെല്ലാരും ഒരുമിച്ചുണ്ടായിരുന്നു. പുള്ളിക്ക് പിന്നെ ആ ഒരു വൈബില് ഫ്രണ്ട്സ് വൈബ് അങ്ങനെ ഇതായിരുന്നു. പൊതുവെ അങ്ങനെ തന്നെയാ. കാര്യങ്ങളൊന്നും നടന്നില്ല. അത് പിന്നെ എനിക്കും കുഴപ്പമില്ലെന്ന് തോന്നി. എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇതൊക്കെ അങ്ങ് തീർക്കാം, കുഴപ്പമില്ല. ഞാനിത് അന്ന് ആ ഡ്രസ് ഇട്ട് കണ്ടപ്പോ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ കാണുന്നത്. ആ ഒരു ഔട്ട്ഫിറ്റിലെ ഇങ്ങനെ എന്തോട്ടിങ്ങനെ പറയണം, പക്ഷെ പിന്നെ വിളിക്കാൻ പറ്റത്തില്ലല്ലോ അവനുള്ളതുകൊണ്ട്. ഞാൻ കരുതി ഇയാൾക്ക് ഇഷ്ടാവത്തില്ലേ എന്നിങ്ങനെ ഓർത്തു. അതായത് അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ വേറെ അങ്ങനത്തെ ഡ്രസ്. അപ്പോ എന്തായാലും നൈറ്റ് അത് ഇട്ടാ മതി. അല്ല, മറ്റുള്ളവരെ കാണുമ്പോഴേ നൈറ്റ് അത് ഇട്ടാ മതി. അവൻ എപ്പോഴാ വിളിക്കുന്നത്? 10 മണിയാ രാത്രി? 10 മണി. ഓക്കെ, എന്നാ പിന്നെ നാളെ ഞാൻ ഇറങ്ങാൻ നേരം വിളിക്കാം. വൈകിട്ട് ഞാൻ വിളിക്കാം. എടുക്കാൻ പറ്റുമോ? എപ്പോഴാ ഉറങ്ങുന്നത്? ഒരു 10 മണിക്ക് ശേഷം വിളിച്ചാൽ മതി. ഒരു 10 മണി കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി.